ഒന്നിൽ പഴച്ചാൽ മൂന്നെന്ന് കേട്ടിട്ടുണ്ട്. ഒന്നാമത്തെ പടം ഒന്നാമതിറങ്ങിയ ആട് 1 പൊട്ടിപ്പാളീസായി. ആട് 2 നല്ല അടിപൊളി വിജയമായി. 2 വട്ടം ആട് 2 ഞാൻ കണ്ടായിരുന്നു തിയേറ്ററിൽ പോയത്ര സിനിമ. ആട് 3 ഇതാ അടിപൊളി പടം. എൻ്റെ ഒരു ട്രെയിലർ റിവ്യൂ ഉണ്ടായിരുന്നു. ആരും കണ്ടില്ല, വലിയ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഞാൻ പറഞ്ഞ അതേപോലെ കാര്യങ്ങൾ തന്നെ. 200 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥ. അത് എങ്ങനെയാണ് മിഥുൻ മാനുവൽ എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമ്മളെ ഒരു ലോജിക്കും തോന്നാത്ത രീതിയിലൊന്നും ആക്കാതെ അതിൻ്റെ ആ മികവോടെ തന്നെ ആ 200 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതേ കഥാപാത്രങ്ങളെ തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ നമ്മൾ പോയി കാണണം. കാരണം വലിയ വലിപ്പത്തരം കോമഡിയോ അല്ലെങ്കിൽ അശ്ലീല വാക്കുകളോ ഒന്നുമില്ല. നമ്മൾ മാന്യമായിട്ട് പോയിരുന്ന് ചിരിച്ച് കാണാം. നമ്മുടെ കുടുംബമായിട്ട് പോയി നമ്മളിപ്പോൾ 150 രൂപ ടിക്കറ്റ് കൊടുത്താൽ കാണുന്നെങ്കിൽ 150 രൂപ നമുക്ക് മുതലാകുന്നൊരു സിനിമ. ഈ മിഥുൻ മാനുവലിനെ സമ്മതിക്കുന്നത് ആ കഥ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ അവസാനം മിഥുൻ മാനുവൽ ഒരു കാര്യമാണ് 4ാം ഭാഗത്തിൻ്റെ നിങ്ങൾ കാണാം. അവസാനമായിട്ട് ക്ലൈമാക്സ് ഞാൻ കൂടുതൽ പറയാം. ക്ലൈമാക്സ് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ അതിനകത്തെ പാട്ടൊക്കെ എൻ്റെ പൊന്നോ, ആ പാട്ടിനും അതുപോലെ തന്നെ സൗണ്ട് ഒരു രക്ഷയുമില്ലാത്ത സൗണ്ട്. അതിനകത്ത് ഈ മിക്ക കമൻറ്റുകളും നമ്മൾ പറയുന്നതല്ല, മിക്ക ആൾക്കാരും പറയുന്നത് സിനിമ കണ്ടിറങ്ങുന്ന സൂപ്പർ സ്റ്റാർ ആണ് ജയസൂര്യ. കേരളത്തിലെ ഏത് റോളും ജയസൂര്യക്ക് ചെയ്യാൻ പറ്റും. ജയസൂര്യ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ രീതി അവരോധിക്കുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അടിപൊളി പടം. എല്ലാവരും അവിടെ ഡൂഡൊക്കെ വിനായകനൊക്കെ കത്തിക്കയറുവാണ്. ആട് 3 ഒരു വിസ്മയമാണ്. ആട് 3 ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ സാമ്പത്തികമായി വിജയം നേടാൻ പോകുന്ന ആട് 3 ആയിരിക്കും. ആട് 2ൻ്റെ 5 ഇരട്ടി കളക്ഷനെങ്കിലും ആട് 3 നേടും. അതുപോലെ തന്നെ മ്യൂസിക്കായാലും അടിപൊളിയായിരുന്നു. മ്യൂസിക് സൗണ്ടും മ്യൂസിക്കും ഈ പടം എന്തുകൊണ്ടും നമുക്ക് പൈസ കൊടുക്കില്ല. പിന്നെ ഓവർ ചിന്തകളും അല്ലെങ്കിൽ ഇപ്പം മാർക്ക പോലെ വെട്ടിക്കീറുന്ന രംഗങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് കോമഡി സി.ഡി. മൂസയുടെ കൂടെയുള്ള കോമഡികളോ ഒന്നുമില്ല. നമുക്ക് പോയിരുന്ന മാന്യമായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്ന് മാന്യമായി കണ്ടിറങ്ങാം. നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നല്ല റിവ്യൂ ആയി വരുന്നതാണ്.